ഹേ എവരി വൺ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഒന്നല്ല, ഞാൻ ഹാഫ് റെഡിയാണ്. ഇന്ന് ഞാൻ ഹോസ്റ്റലിലേക്ക് പാക്കേജിങ് തുടങ്ങാൻ പോവാണ്. സോ പാക്കേജിങ് തുടങ്ങുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. സോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. സോ യെസ്, ഇതൊരു വ്ളോഗാണ്. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല, ഐബ്രോസും നമുക്ക് തന്നെ ചെയ്തിട്ടുള്ളൂ. കാരണം കെമിക്കൽ പീലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് വരുന്നതായിരിക്കും. അതിൻ്റെ ഒരു പ്രോസസ്സിലാണ്. അതുകൊണ്ട് എനിക്ക് മേക്കപ്പോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ മീശയൊക്കെ വളർന്ന് ഡ്രസ്സ് ചെയ്യണം. അതിൻ്റെ നമുക്ക് പോകണം, അതിൻ്റെ വരണം. ഇന്ന് ക്ലാസ്സും ഉണ്ട്. സോ അതിനനുസരിച്ചിട്ട് വേണം കോർഡിനേറ്റ് ചെയ്യാൻ. സോ യെസ്, സോ ഞാൻ ഡ്രസ്സ് മാറി. അപ്പോൾ ഞാൻ ഇന്ന് എനിക്കൊരു പരിപാടി ഉണ്ട്. എനിക്ക് ഹെയർ കട്ട് ചെയ്ത് കളയണം. അതായത് ഈ സ്ട്രെയിറ്റൻ്റെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ ചോപ്പ് ചെയ്യണം. കാരണം ഞാൻ ഈ സ്ട്രെയിറ്റനിങ് പരിപാടി കുറച്ച് നാളത്തേക്ക് നിർത്താൻ പോവാണ്. മറ്റേ ഉറക്കത്ത് തന്നിട്ട് വന്ന പോലെ ഇരിക്കണ്ട എന്നെ കാണാൻ. ഉറക്കത്തുനിന്ന് എണീറ്റ് വന്ന പോലെ ഉണ്ട് എൻ്റെ മുടി കാണാൻ. അത് ശരിക്കും അങ്ങനെ തന്നെ. എനിക്കെന്താ അറിയില്ല, എനിക്കൊന്നൊരു മൂടല്ലോ കെട്ടാൻ പോവല്ലേ, അവർ വെട്ടിക്കെട്ടിത്തരും. Eyes closed, like we're dreaming even when we're not. You and me got a whole other meaning, I don't know how. You and me just know how it feels when we're falling in love. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. ബീഫ് ഇഷ്ടല്ലേ? കാട് മൈതാനത്തൊന്നും ഒന്നും ആയിട്ടില്ല. ഐ മീൻ അവിടെ ഒന്നും ഇതേവരാരും അത് പക്ഷെ വാങ്ങാൻ പറ്റില്ല അല്ലേ ആ സാധനം. അതാരുടെയാ? എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അല്ല ഇപ്പോഴും ആൾക്കാർ പുറത്തുനിന്ന് വന്ന പ്രിഫർ ചെയ്യുക എപ്പോഴും എറണാകുളല്ലേ? അല്ല ഐ മീൻ അവിടുത്തെ നിയറസ്റ്റ് പ്ലേസ് ആയാലും ലൊക്കേഷൻ ആയാലും സ്ഥലങ്ങളൊക്കെ ആയാലും അവിടെ കൂടുതലാ. അപ്പോൾ ഞാനിപ്പോൾ 6:30 ആയിട്ടോ. ഞങ്ങളുടെ കണ്ണൊക്കെ ഇരിക്കണമെങ്കിൽ ചൂടെടുത്തിട്ട് ചൂടല്ല എടുക്കണത്. എന്താണെന്ന് അറിഞ്ഞൂടെ, ചൂടെടുക്കലല്ല പ്രധാന പ്രശ്നം. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും വയ്യാണ്ടാവും. എന്താണെന്നറിയില്ല. എനിക്ക് കണ്ണൂർ പോയിട്ട് എന്താണെന്ന് അദ്ദേഹത്തിനറിയാം. എൻ്റെ കണ്ണൊക്കെ ഞാൻ ഉറങ്ങിയിട്ട് ഇങ്ങനെ ഞാൻ ക്ലാസ്സിൻ്റെ ഇടയിൽ അറിയേണ്ടിരുന്നു, ഉറങ്ങിപ്പോയി. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. പിന്നെ ഇതാ ഈ ഒരു സാധനം കണ്ടില്ലേ? പക്ഷേ ഞാൻ കുറച്ചും കൂടെ നല്ലതാണെന്ന് വിചാരിച്ചത്. എന്തൊക്കെയോ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിന് വലിയ വിലയൊന്നുമില്ല. ഞാൻ ടീ ലീഫ് വാങ്ങിയിട്ടുണ്ട്. അത് അവിടെ എത്തിയിട്ട് വെള്ളത്തിലിട്ടിട്ട് ഉണ്ടാക്കണമല്ലോ. കാരണം അവിടെ നമുക്ക് കുക്കറല്ല സ്റ്റൗവൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളാണ്. ഞാൻ പാക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പാക്ക് ചെയ്യാൻ തുടങ്ങണം. എവിടെ നിന്ന് തുടങ്ങണം എന്നറിയില്ല, അതാണ്. ഹലോ, അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഡേ ആയി. എനിക്കറിയായിരുന്നു ഞാനതിങ്ങനെ നീട്ടി ഇവിടെ വരെ എത്തിക്കുമെന്നുള്ളത്. ഇന്നിപ്പോൾ 9th ആയി. എനിക്ക് 12th പോകേണ്ടത്. ഇനി 9th 10th 11th. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജൻറ്റായിട്ട് ഞാൻ ആവശ്യമായിട്ട് എടുക്കാനുള്ള കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്. കാരണം എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. കാരണം എവിടെ നിന്ന് തുടങ്ങണമെന്ന് ലിറ്ററലി എനിക്കറിയില്ല. കാരണം എൻ്റെ കയ്യിലൊരു വലിയ സ്യൂട്ട് കേസ് ഉണ്ട്, അതൊരെണ്ണം ഉണ്ട്. പിന്നെ വേറെ ഒരു ചെറുതെടുക്കണം. പിന്നെ ഉള്ളതൊക്കെ കുറച്ച് വലുതുകളാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ എഴുതാൻ പോവാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിലും എഴുതി വെക്കുക. കാരണം എന്നെപ്പോലെ ഈ ചെറവറ ഇന്നിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഞാനൊരു ബാഗ് നിറയെ സാധനം കൊണ്ടുപോകുന്ന ടൈപ്പാണ് ഞാൻ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് കണ്ടി മണി മാജിക്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എഴുതാൻ പോവാണ്. എന്തെങ്കിലും ഒരു റഫ് ബുക്ക് എടുത്തിട്ട് എഴുതുക. അതാകുമ്പോൾ നമുക്കിങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ടിക്ക് ഇട്ട് പോയി. ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മിനിറ്റ് എന്നുള്ളത് കണ്ട. ഇത് ഇന്നലെ ഞാൻ വാങ്ങാൻ പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന ലിസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ റഫായിട്ട് ഞാൻ ചുമ്മാ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങാൻ പോയത് തന്നെയാണ്.
ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെയൊക്കെ ഒന്നും കൂടി വൃത്തിയിലാക്കിയിട്ട് എഴുതട്ടെ. ഓക്കെ, അപ്പോൾ ഹാഫ് ആൻ അവറിന് ശേഷം ഞാൻ കുറച്ചല്ല കേട്ടോ, ഇത് കണ്ടിട്ട് കുറച്ചതൊന്നും തോന്നരുത്. ഓക്കെ, ഇത് കുറേ ഉണ്ട്. എനിക്ക് ഇത്രയും കൊണ്ടുപോകണതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല. ഞാനിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് നമ്മുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ മേക്കപ്പ് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ചില ബ്രാൻഡുകളുടെ ഒക്കെ ഒപ്പം നമുക്ക് അവരുടെ പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ആ പ്രൊഡക്ട്സ് എന്തായാലും കൊണ്ടുപോകണം, അതായത് അവരുടെ. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരേ സാധനം തന്നെ എല്ലാത്തിലും കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ചേഞ്ചസ് വരുത്തണം. അതിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ, അതുകൊണ്ടാണ് ഇത്ര അധികം ഉള്ളത്. പിന്നെ ഉണ്ട് എൻ്റെ സ്വന്തമായിട്ടുള്ള സാധനങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇങ്ങനത്തെ പരിപാടികൾ കൊണ്ടാണ് കൂടുതൽ കുപ്പിപ്പാട്ട സാധനങ്ങൾ കൊണ്ടുകൊണ്ട് വരുന്നത്. പക്ഷേ അതാണ് കാര്യം. പിന്നെ ഞാൻ എല്ലാം എഴുതിയിട്ടില്ല. ഡ്രസ്സുകളൊക്കെ എനിക്കിപ്പോൾ കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിട്ടിട്ട് അതിന് ഡിസൈഡ് ചെയ്യണം. കാരണം ഞാൻ വിചാരിച്ചു എല്ലാ ജീൻസും എല്ലാ ടോപ്പും ഒന്നും വാരി വിളിച്ച് കൊണ്ടുപോകണ്ട. കാരണം അവിടെ വെക്കാൻ അത്ര സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ജീൻസ് ആണെങ്കിൽ അതിൽ ആവശ്യമുള്ള ഒരു ഫ്ലെയർഡ്, ഒരു മോം, പിന്നെ ഒരു ടൈറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോകാമെന്ന്. കാരണം ജൂറി വന്നിട്ടുണ്ടെങ്കിൽ ജൂറിക്ക് വെയർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണം. പിന്നെ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് വരവ് നടക്കും എന്നുള്ളത്. കാരണം അതെനിക്കറിയില്ല എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ദ മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് തിങ് എന്ന് പറയുന്നത് ഇതാണ്. ഇറിറ്റേറ്റിംഗ് അല്ല, എന്തെടുക്കണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. കാരണം എൻ്റെ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ 4, 5, 10 വർഷം മുന്നിട്ടായാലും എനിക്കത് ഇപ്പോഴും പാകാം. അപ്പോൾ അതെന്നെ വീണ്ടും ഇടാൻ പറ്റില്ല. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ വീണ്ടും ക്ലീൻ ആക്കണം. അതാണ് അടുത്ത പരിപാടി. എനിക്കതാണ് ഒട്ടും പിടിക്കാത്തത്. അതാണ് ഞാൻ ഇത്ര ദിവസം സ്റ്റാർട്ട് ചെയ്യാത്തത്. ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ബോട്ടം പോർഷൻസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ടോപ്പുകൾ നടത്തണം അവിടെ. അതിനൊരു പണിയുണ്ട്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് വാങ്ങാം. പക്ഷെ അവിടെ പോയിട്ട് വാങ്ങണമെങ്കിലും എടുത്ത് വെക്കണമല്ലോ. നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഇടാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പോൾ പോണ സമയം വന്നിട്ട് ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് ആണ്. അപ്പോൾ എന്തായാലും ചൂട് വസ്ത്രങ്ങൾ പറ്റില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് ലൂസായിട്ടുള്ളതല്ലാണ്ട് അവിടെ ഇടാൻ പറ്റില്ല. ഹലോ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ എൻ്റെ കുറേ സാധനങ്ങൾ ഞാൻ അങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇത് അർബാനിക്കുന്നും ഷീനിന്നൊക്കെ പണ്ട് വന്ന പാക്കറ്റ്സ് ഞാൻ കളയാണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉപകാരമായി. സ്ലിപ്പ് ഓൺ, ഇതാണ് സ്ലിപ്പ് പേര് പറഞ്ഞു. ഓക്കെ, സിപ്പ് ലോക്ക് ബാഗ്സ് അതിൻ്റെ അകത്ത് നിറച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എയറൊക്കെ പോവും. സോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ലൈക്ക് ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ 3-4-5 ലൈക്ക് ഒരു ഡെനിമുണ്ട്, ലൈക്ക് 2 ഡെനിമുണ്ട്, 2-3 ട്രൗസേഴ്സ് ഉണ്ട്. എല്ലാം ഹെവിയാണ്, പക്ഷെ അത് കൊണ്ടു. സോ ഇതൊരു നല്ല ബെറ്റർ ഓപ്ഷനാണ്. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ, ജസ്റ്റ് കോളേജിലേക്ക് ഉള്ള സാധനം. ഞാനിപ്പോൾ തന്നെ പായസം ഉണ്ടാക്കി. കാരണം ഇതിൽ കാണിച്ചു തരണം എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കി. ഇത് ആക്ച്വലി കോക്കനട്ട് മിൽക്കും ശർക്കരയും നെയ്യും അത്രയും ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പഞ്ചസാരയും പാലൊന്നും പറ്റില്ല. സോ എൻ്റെ വക പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇതാ ഇത്രയും പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ അകത്ത് എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സസ് ഇട്ടിട്ടുണ്ട്. അത് പിന്നെ ഇതൊക്കെ പുറത്തിടണം ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് ഓർഗനൈസറാണ്. ഇത് അവിടെ എത്തിയിട്ട് ഞാൻ ഓർഗനൈസിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ലൈനിങ് ആണ്. പിന്നെ അത്രേനെ വെച്ചിട്ടുള്ളൂ. ഇനി കുറേ ഐറ്റംസ് വെക്കാനുണ്ട്. ഡ്രസ്സിൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല. കുറച്ചും കൂടി വീട്ടിലിടുന്ന ഡ്രസ്സ് എടുത്ത് വെക്കണം. അതിനുശേഷം പിന്നെ വേറെ എടുത്ത് വെക്കണം. അതും കൂടെ കഴിഞ്ഞാൽ വീട്ടിലിടുന്ന ഡ്രസ്സ് കഴിഞ്ഞു. എനിക്ക് നല്ല മേക്കപ്പ്, സ്കിൻ കെയർ, ഹെയർ കെയർ, ആ കെയർ ഈ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനം എടുത്ത് വെക്കാനുണ്ട്. കാരണം വീഡിയോ എടുക്കാനൊന്നുമില്ല. അപ്പോൾ പിന്നെ റിംഗ് ലൈറ്റ്, ട്രൈപോഡ്, കോളേജിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, എൻ്റെ ബുക്സ്, ബാഗ്, എന്തായാലും ഒരു പെട്ടിയും കൂടി ഉണ്ടാവും. ഇത്രയും വലിയ പെട്ടിയല്ല, വേറെ കുഞ്ഞു പെട്ടി. അല്ലെങ്കിൽ ഞാൻ തികഞ്ഞില്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സിലിട്ട് കൊണ്ടുകൊണ്ട് വരും. കാരണം എന്തായാലും എനിക്ക് ഈ ഒരു വലിയ സ്യൂട്ട് കേസ് മാത്രം അവിടെ വെക്കാൻ പറ്റുള്ളൂ. എല്ലാം കൂടെ അവിടെ വെച്ചാലും പണിയാണ്. ഇനി എനിക്ക് റാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വരാനുണ്ട്, അത് കൊണ്ടുപോകണം. പിന്നെ അങ്ങനെ കുറേ ചില്ലറ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടുപോകണം. വലിയ റിംഗിലായിട്ട് ഞാൻ പറഞ്ഞ പോലെ കൊണ്ടുപോകണില്ല. അപ്പോൾ അത്രയൊക്കെയാണ്. മേ ബി ഞാൻ ഈ വീഡിയോനെ 2 പാർട്ടാക്കിയിട്ട് മുറിക്കും കേട്ടോ. കാരണം എത്ര വലുത വീഡിയോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ കൊള്ളിച്ചിട്ടുണ്ട്. അതിനകത്ത് മേക്കപ്പ് ഉണ്ട്, ബാഗ് ഉണ്ട്.
ഇനി ജ്വല്ലറീസ് വെക്കാണ്ട് ഡ്രസ്സുകളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി എക്സ്ട്രാ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വയ്ക്കും, അതിനുള്ള സ്ഥലം ഉണ്ടാക്കാം. ഫോർ ടുഡേ ഞാൻ ഇത് വെച്ച് നിർത്തുകയാണ്. ഇനി ജ്വല്ലറീസ് ഉണ്ട്, സ്കിൻ കെയർ ഉണ്ട്, പിന്നെ ബാക്കി പരിപാടികളുണ്ട്. ഹലോ, അപ്പോൾ ഇത് അടുത്ത ദിവസമായി. അപ്പോൾ ഞാൻ ഇന്നലത്തെ ബോക്സ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങൾ ഞാൻ ഇവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. കുപ്പിപ്പാട്ട പരിപാടിയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ ചില്ലറ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ എടുത്ത് വയ്ക്കാനുള്ളത് തന്നെയാണ്. ഇതിനി വേറെ സ്യൂട്ട് കേസിലിടണം. ഹലോ, ഇപ്പോൾ കുറേ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ രാത്രി 12 മണിയായി. പക്ഷെ കുറേ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഉണ്ട്. ലൈക്ക് ബെഡ്ഷീറ്റ്സ് എടുത്ത് വെക്കാനുണ്ട്, 2-3 സാധനം വാങ്ങാനുണ്ട്, പിന്നെ 2-3 സാധനം വരാനുണ്ട്. അതൊക്കെ കൂടി ഉണ്ട്. പിന്നെ എൻ്റെ ബുക്കുകളൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. ലാപ്ടോപ്പ് ഉണ്ട്, അങ്ങനെ ചില്ലറ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഇപ്പം തന്നെ ഒരു 4 ബാഗ്. പക്ഷെ എനിക്കിപ്പോൾ വിഷമം വരുന്നു. നുണ അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ സത്യം വരാത്തുണ്ടെങ്കിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോളേജിലേക്ക് പോവുകയാണ്, ഇനി അവിടേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടമുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പോവാന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്തായാലും കിടന്നുറങ്ങാൻ പോവാൻ ഇനി നാളെ നേരത്തെ കിടന്നുറങ്ങേണ്ടി വരും. കാരണം മറ്റന്നാൾ രാവിലെ നേരത്തെ പോകണം. കണ്ണൂർക്ക് ഇവിടെ നിന്ന് ഒരു 6 മണിക്കൂർ എന്തോ ഉണ്ട്. അപ്പം എന്തായാലും നേരത്തെ പോകണം. ആൻഡ് സം തിങ്സ് ആർ ഗോയിങ് ഓൺ. അപ്പം അതെല്ലാം കൂടെ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഐ ക്യാൻ അഡ്ജസ്റ്റ്. എന്തൊക്കെയായാലും ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. വേറെ വല്ല എന്തൊക്കെ വന്ന് പോടല്ലോ. എന്തിനാ ഞാനിങ്ങനെ പറയാനായിട്ട്. ഹലോ, അപ്പോൾ ഇപ്പോൾ അടുത്ത ദിവസമായി. ആൻഡ് ഇന്ന് പാക്കേജിങ് വീണ്ടും കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ക്യാമറ വെക്കാണ്ട്, കുറച്ച് 2-3 ബുക്ക് ഇപ്പോൾ ഉപയോഗിക്കണം, ബുക്കുകൾ കുറച്ച് വെക്കാണ്ട്, പിന്നെ ചില സാധനത്തിൻ്റെ ഞാൻ കുറച്ച് പാക്ക് ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ എല്ലാ ദിവസവും ഉപയോഗിക്കണതാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഡോട്ടൻകിൻ്റെ സീക്കാൻ്റെ ഒരു ടോണറുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. കാർമേസിയുടെ ഒരു റോൾ ഓൺ ലൈക്ക് അണ്ടർആം ഡിയോഡ്രൻറ്റ്. ഇത് നോക്കൂ, എനിക്കാണെങ്കിൽ ഇപ്പോൾ എന്താ അറിയില്ല, ഒരു മാസമായിട്ട് സംതിങ് ഈസ് ഗോയിങ് ഓൺ. ഓക്കെ, എന്തായാലും പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച എപ്പിലൈനോയും ആക്നെയോയും എടുത്തിട്ടുണ്ട്. കാരണം ഇത് നല്ലതാണ്, പക്ഷെ ഞാൻ എപ്പോഴും വാങ്ങില്ല, അപ്പോൾ ഉള്ളപ്പോൾ തീർക്കണമല്ലോ. പിന്നെ ഞാൻ ഈ ഒരു കുപ്പി എന്തായാലും കൊണ്ടുപോകും. ഇത് 2 ലിറ്റേഴ്സിൻ്റെ കുപ്പിയാണ്. നിങ്ങളിപ്പോൾ വെള്ളം കുടിക്കണത് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ 2 ലിറ്ററിൻ്റെ കുപ്പി എന്തായാലും വാങ്ങി വയ്ക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇത് ഫുള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാക്കാം. ഓക്കെ, ഞാൻ ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിലാണ് 2-3 മാസങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ കൊണ്ടുപോകും. ഇത്രയാണ് എടുത്ത് വയ്ക്കാത്തത്, ഇത്രയല്ല, ഇനി ചില സാധനങ്ങൾ വരാനുണ്ട്. സത്യം പറഞ്ഞാൽ സങ്കടമാണോ സന്തോഷമാണോ ഒന്നും മനസ്സിലാവില്ലാത്തൊരവസ്ഥയാണ്. അയ്യപ്പാ, എന്തായാലും 3 മാസം കഴിഞ്ഞിട്ട് ഇനി വരവ് നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. പിന്നെ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ അവിടെ എത്തിയിട്ട് സെറ്റാവാൻ മേ ബി കുറച്ച് ടൈം എടുക്കും. അതുവരെ വ്ളോഗ്സ് ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടും ചിലപ്പോൾ വ്ളോഗ്സ് ആയിരിക്കും. എനിക്കറിയില്ല എങ്ങോട്ടാണ് എൻ്റെ ലൈഫിനെ പിടിച്ചു വെച്ചുകൊണ്ട് കൊണ്ടുപോകണത് നിന്ന്. പിന്നെ 18-ാം തീയതി മൂവി റിലീസാവുന്നുണ്ട്. പക്ഷേ ഞാൻ മൂവി റിലീസാവണമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. പിന്നെ എനിക്ക് ആ ഒരു പാത്തിൽ പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങടെ പോകേണ്ടതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ മേ ബി ആയിരുന്നു ആകെ മൊത്തം ഒരു പ്ലിങ്ങായ സിറ്റുവേഷനാണ് ഇപ്പോൾ. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഐഡിയ ഉണ്ട്. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷെ എങ്ങനെ ഫ്രണ്ടിലേക്ക് പോകും എന്നിങ്ങനെ മുൻവിധി കുറച്ച് കൂടുതലാണ്.